മേലേ മേലേ മാനം മാനം മേലേ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലേ മേലേ മാനം മാനം മേലേ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എന്താ പറയുക, ഒരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാട്ടുകളിൽ ഒരു കാറ്റഗറി ആയിരിക്കും താരാട്ട് പാട്ടുകൾ, അല്ലേ? കുഞ്ഞുവാവകൾക്കുള്ള അമ്മമാർക്കൊക്കെ ഏതോ ഒരു നേരം ഈ താരാട്ട് പാട്ടുകളൊക്കെ പാടാനായിരിക്കും എപ്പോഴും ഇഷ്ടം, കാരണം അവരെ ഉറക്കാനും ഒക്കെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പാട്ടുകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. താരാട്ട് പാട്ടുകൾ എന്ന് വെച്ചാൽ കേൾക്കാൻ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഓർക്കസ്ട്രേഷനും മ്യൂസിക്കൊക്കെ നല്ല സോഫ്റ്റായിട്ടുള്ള ഇതായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് പാട്ടുകൾ, ഒരു 5-6 പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന്. അപ്പോൾ ആദ്യം തന്നെ അതിരൻ എന്നുള്ള മൂവിയിലെ ആട്ടുത്തൊട്ടിൽ എന്നുള്ള പാട്ടില്ലേ, ജയചന്ദ്രൻ സാർ ആലപിച്ച പാട്ടാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്, റീൽസിലൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പോൾ അത് ആ പാട്ടാണ് ആദ്യമായിട്ട് പാടുന്നത്. അത് ലിറിക്സ് ചെയ്തിരിക്കുന്നത് വിനായകാണ്, അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് PS ജയഹരിയാണ്. അപ്പോൾ പാട്ടിലേക്ക് കിടക്കാം. കണ്ണേ ആരാരോ കനിയേ ആരാരോ നിറവേ ആരാരോ തന്നെ നാനേ ആരാരോ. കണ്ണേ ആരാരോ കനിയേ ആരാരോ നിറവേ ആരാരോ തന്നെ നാനേ ആരാരോ. ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ, ചിപ്പിയുള്ളിൽ മുത്തുപോലെ പൊന്മകളെ, എന്നുമെന്നും കിന്നരിക്കാം ഓമനിക്കാം. ചക്കരപ്പൊൻ നെറ്റിയിലോ പൊട്ടുതൊടാം. നീ പകരും പുഞ്ചിരികൾ കണ്ടു നിന്നാൽ നൂറഴക്, നീ പിരിഞ്ഞാൽ എന്നുയിരിൽ നെഞ്ചൊടുക്കിൽ തിരയാൻ താളമില്ല. നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമൊട്ടേ, മെല്ലെ പൂവിടു നീ വസന്തം കാത്തിരിപ്പൂ. ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ, ചിപ്പിയുള്ളിൽ മുത്തുപോലെ പൊന്മകളെ. അപ്പോൾ ഈ പാട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പാട്ടാണ്. നമ്മൾ കണ്ണടച്ച് കേട്ടിരുന്നാൽ എന്തൊരു സുഖമാണ് ആ പാട്ട് കേൾക്കാൻ, അല്ലേ? ജയചന്ദ്രൻ സാറ് ആലപിച്ച പാട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഇനി അടുത്തതായിട്ട് മകൾക്ക് എന്നുള്ള സിനിമ എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ളൊരു സിനിമയാണ്. അതിൽ അമ്മയും മകളും തമ്മിലുള്ള റിലേഷനെ കുറിച്ചുള്ളൊരു സിനിമയാണ്. കാരണം എന്താ വെച്ചാൽ, സ്വന്തം മകളെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അമ്മയുടെ കഥയാണ് ആ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു നല്ലൊരു എന്താ പറയുക, സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ് അടുത്തത് പാടാൻ പോകുന്നത്. അത് കൈതപ്പുറം സാറാണ് അതിൻ്റെ രചന, പിന്നെ രമേശ് സാറാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഉറങ്ങ നീ ചരിഞ്ഞാടിയാടി ഉറങ്ങ നീ ആകാശത്തു ഞാലാട് നീ കാണാക്കിന കണ്ടുറങ്ങു നീ. അമ്പോറ്റിയെ നീ കണ്ടോണ്ടുറങ്ങുമ്പോൾ കൽക്കണ്ട കുന്നൊന്നു കാണാ
കോലത്തെത്തുമ്പോൾ അവിടെ എന്തൊരു രസമെന്നോ, അവിടെ പാൽക്കാവടിയുണ്ട്, അരികിൽ പായസപ്പുഴയുണ്ട്, നിന്നെ കാത്തു കാത്തോരമ്മയിരിപ്പുണ്ട്. ചാഞ്ചാടിയാടി ഉറങ്ങ് നീ, ചരിഞ്ഞാടിയാടി ഉറങ്ങ് നീ, ആകാശത്തൂഞ്ഞാലാട് നീ, കാണാക്കിന കണ്ടുറങ്ങു നീ. അപ്പോൾ ഇത് ഗായത്രിയാണ് ഇത് ആലപിച്ചത്. ഇതിൽ വേറെ തന്നെ ഒരു പാട്ടും കൂടി ഉണ്ട് കേട്ടോ. അത് മുകിലിൻ മകളെ മൊഴിയും കനവേ, വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനൊമ്പരമേ. ഇതൊരു പാട്ട് കൂടി ഉണ്ട്. പക്ഷെ അത് താരാട്ട് പാട്ടല്ല, മകളെ പറ്റിയുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഈ പാട്ടും ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് വേറൊരു പാട്ടിലേക്ക് കിടക്കാം. ലാലി ലാലി ലേ ലാലി ലാലി ലേലോ, ലാലി ലാലി ലേ ലാലി ലാലി ലേലോ, മലരൊളി മന്ദാരമലരെ മഞ്ചാടി മണിയെ ചാഞ്ചാടും അഴകേ, പുതുമലരെ പുന്നാരമലരെ പൊന്നോമൽ കനിയെ എൻ കുഞ്ഞു മലരെ, ലാലി 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 ലേലോ. ഈ പാട്ട് അറിയാത്തവരാരും ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ശ്വേതാ മേനോൻ അഭിനയിച്ച വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സിനിമയാണെന്ന് തന്നെ പറയാം. കളിമണ്ണ് എന്നുള്ള സിനിമയിൽ ഒരു അമ്മയ്ക്ക് പിറക്കുന്നത് എങ്ങനെയാണെന്ന് പ്രേക്ഷകരെ കാണിച്ച ഒരു സിനിമ കൂടിയാണിത്. അപ്പോൾ എന്താ പറയുക, ഈ പാട്ടുകളിൽ മൊത്തം തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു കുഞ്ഞ് പിറക്കുന്നതും അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള വാത്സല്യം ഒക്കെ ഈ പാട്ടിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ജയചന്ദ്രൻ സാറാണ് ഇതിൻ്റെ മ്യൂസിക് നിർവഹിച്ചിരിക്കുന്നത്. പിന്നെ ONV സാറാണ് ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. ഇനി വേറൊരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഉണ്ണി വാവോ പൊന്നുണ്ണി വാവോ, നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ പൂഞ്ചേലാടാലോ, ഉണ്ണി വാവോ പൊന്നുണ്ണി വാവോ. ഇത് സാന്ത്വനം എന്ന് പറഞ്ഞ മൂവിയിലെ പാട്ടാണ്. ഇത് മോഹൻ സിത്താര സാറിൻ്റെ മ്യൂസിക്കാണ്. നല്ലൊരു കുറച്ച് പഴയ പാട്ടാണെങ്കിലും നല്ല എന്താ പറയുക, ഞാനൊക്കെ ആദ്യം താരാട്ട് പാട്ട് വിചാരിക്കുമ്പോൾ തന്നെ ആദ്യം ചിലപ്പോൾ ഈ പാട്ടാവും പറഞ്ഞുതരാം. അത്രയ്ക്കും ഒരു ഫേമസ് ആയിട്ടുള്ളൊരു, എല്ലാ അമ്മമാർക്കും സുപരിചിതമായിട്ടുള്ളൊരു പാട്ട് കൂടിയായിരിക്കും. താമര കണ്ണനുറങ്ങീണം കണ്ണും പൂട്ടി ഉറങ്ങീണം, താമര കണ്ണനുറങ്ങീണം കണ്ണും പൂട്ടി ഉറങ്ങീണം, അച്ഛനെ പോലെ വളരേണം, അമ്മയ്ക്കു തണലായി മാറേണം, അമ്പിളി മാമൻ്റെ കൊമ്പല്ല കൊമ്പനെ കയ്യിലെടുക്കേണം, താമര കണ്ണനുറങ്ങേണം കണ്ണും പൂട്ടി ഉറങ്ങേണം. ഈ പറഞ്ഞ പോലെ ഈ പാട്ടും വളരെ സുപരിചിതമായിരിക്കും എല്ലാവർക്കും. കാരണം അത് വാത്സല്യം എന്ന് പറഞ്ഞ അന്നത്തെ ഹിറ്റ് സിനിമയാണ്. അതിൽ ഉള്ളൊരു പാട്ടാണ്. അത് കൈതപ്രം സാറിൻ്റെ രചനയാണ്. കൈതപ്രം സാറിൻ്റെ രചന എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും തിരിഞ്ഞു നോക്കാനില്ല. അത്രയ്ക്കും മനോഹരമായിട്ടായിരിക്കും അദ്ദേഹം വരികൾ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിന് SP വെങ്കടേഷ് സാറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഈ പാട്ടുകളൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുഞ്ഞുവാവുള്ള അമ്മമാരൊക്കെ എന്തായാലും താരാട്ട് പാട്ടുകളൊന്നും മൂളാതെയും കൂടി ഇരിക്കുന്നുണ്ടാവില്ല അല്ലേ. അത്രയ്ക്കും മലയാളത്തിൽ ഞാൻ കുറച്ച് പാട്ടുകൾ എടുത്തിട്ടുള്ളൂ. അതിൽ ഒരുപാട് താരാട്ട് പാട്ടുകളുണ്ട്. അതിൽ കുറച്ച് മാത്രമേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ പാട്ടുകളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എന്നിട്ട് വേണം വീഡിയോ കാണാൻ. പ്രോത്സാഹിപ്പിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.